ഹലോ ഗൈസ്, കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കാതെ കിടക്കണ നമ്മുടെ മീൻകുയ്യ് ഒന്ന് സെറ്റപ്പ് ആക്കലാട്ടോ നമ്മുടെ ഇന്നത്തെ പണി. ഇതാട്ടോ നമ്മുടെ മീൻകുയ്യ്. ഏകദേശം നമ്മൾ പണിയൊക്കെ ഉണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ തോന്നിയത് ഇന്നപ്പോൾ തണ്ട് വീഡിയോ എടുത്ത് ഇട്ടാലോ എന്ന്. ഒന്നും നോക്കിയില്ല, ഉമ്മാനോട് ഫോണാണ് കൊണ്ടുവരാൻ പറഞ്ഞ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി. പണിയൊക്കെ നമ്മൾ ഒറ്റക്കന്നെ എന്താ ചെയ്യണത്. വീഡിയോ എടുക്കാറില്ലാത്തതുകൊണ്ട് തന്നെ ഒരു മൂലൊക്കെ കുത്തിച്ചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ മീൻകുയ്യിന്റെ ചുറ്റോറം നമ്മൾ മണ്ണ് ചാക്കിലാക്കിയിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞിട്ടാ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചുറ്റോറം പടുത്തിട്ട് കോൺക്രീറ്റ് ആയിട്ട് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കാനാട്ടോ നമ്മുടെ പ്ലാന്. പണിയൊക്കെ ചെയ്ത് ഒരു വൈക്കായപ്പോഴാണ് ദാ ഇമ്മ ചോറിനാ വിളിക്കണേട്ടാ. വേറൊന്നുമല്ലേ, 3 മണി ആയിക്കണേ. ഒന്നും നോക്കിയില്ല, കേറി മണ്ടി കയ്യ കേൾക്കാൻ നിൽക്കുമ്പോഴാണ് കുജിപ്പ് പൊന്തിയ മൈരി തയമ്പുണ്ടായി പൊട്ടിയേക്കണ്. എന്താലേ അവസ്ഥ. ചോറ് നിലക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മള് പണിക്കിറങ്ങിക്കണിട്ടാ. ഇവിടുന്ന് കുറച്ചുകൂടെ മണ്ണ് നീക്കാണ്ടേ. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടുന്ന് മണ്ണാണ്ട് കുത്തിയിറക്കിയിട്ട് കോലിറച്ചിട്ട് കൊണ്ടേയിട്ട് തുടങ്ങിക്കണിട്ടാ. അപ്പോഴാണ് നമ്മുടെ ബാപ്പ വന്നിട്ട് ഈ മൂലൊന്ന് ശരിയാക്കാൻ പറഞ്ഞതിട്ടാ. വേറൊന്നല്ലേ, നമ്മുടെ ബാപ്പയാണ് പടവേരനെ. ഇതാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ വിചാരിച്ചിട്ടുള്ള കല്ല്. കുറച്ചുള്ളൂ, എന്നാലും ഇപ്പൊ ഉള്ളതുകൊണ്ടാണ് പഠിക്കുക. എന്തേ അങ്ങനെ നമ്മള് കല്ലൊക്കെ എടുത്തിട്ട് കുയ്യിക്കടല് തുടങ്ങിയിട്ടാ. ബാപ്പ പടവിനുള്ള സെറ്റപ്പ് തുടങ്ങിയിക്കണേ. അങ്ങനെ നമ്മള് പടവ് തുടങ്ങിയിട്ടാ. കുറച്ച് കല്ലെടുത്തിടും, അതാണ് എടുത്തു കൊടുക്കും, അതാണ് പഠിക്കും, പിന്നെ ഇടും, പിന്നെ എടുത്തു കൊടുക്കും, പിന്നെയും പഠിക്കും. അങ്ങനെ 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 അവസാനം ഉള്ള കല്ലേറ്റ് 2 വരി പടവണ്ട് കേച്ചിട്ടാ. അവസാനത്തെ ലുക്ക് നിങ്ങൾ തന്നെയാണ് കണ്ടോക്കി. പിറ്റേ ദിവസം രാവിലെ തന്നെ താബൂക്കിന്റെ കല്ലുംവണ്ടി പെരയിലെത്തിയിട്ട. ഉറക്കത്ത് നീച്ചിട്ട് നമ്മള് നേരെ ഇതാട്ടാ കാണുന്നത്. അങ്ങനെ വണ്ടി പെരേക്കാണ് തിരിച്ചിട്ടിട്ട് നമ്മള് കല്ലിറക്കാനാണ്ട് തുടങ്ങിയിട്ടാ. നിങ്ങൾ സ്പീഡിൽ കണ്ടുപോകണ മാതിരിയല്ലട്ടാ കാര്യങ്ങള്. കുറച്ചൊക്കെ ഇറക്കിയപ്പോ തന്നെ നമ്മുടെ ഊരന്റെ ഊപ്പാട ഇളകിയിട്ടാ. കാരണം 100 കല്ലുണ്ടേ, ഓരോ കല്ലും 10-30 കിലോനുണ്ടേ. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ വണ്ടിക്കാരനും കൂടെ കൂടിയിട്ടാ. അങ്ങനെ കുറച്ചണ്ട് ഇറക്കിയപ്പോ തന്നെ മൂപ്പര് ചെറിച്ചാട്ടം തുടങ്ങിയിട്ടാ. കാരണം വേറൊന്നുമില്ലേ, മൂപ്പരിക്കും വെയ്ക്കണില്ലേ. അങ്ങനെ പിന്നെ നമ്മളെന്നെ വണ്ടി കയറിയിട്ട് എടുത്തൊക്കെ തുടങ്ങിയിട്ടാ. എന്നാലും മൂപ്പര് കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും സഹായിക്കാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ കല്ലൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോ നമ്മളൊരു വൈക്കായി നിട്ടാ. ഇതണ്ടില്ലേ, ഇതൊക്കെ കേട്ടാ ഇന്നത്തെ സംഭാവന. ഇതാണ് കണ്ടപ്പോ ഇമ്മാനോട് നേരെ സ്പ്രേ കുപ്പിയാണ്ട് എടുത്തോണ്ടാൻ പറഞ്ഞിട്ടാ. അങ്ങനെ ഉമ്മാനോട് തന്നെയാണ്ട് അടിക്കാനും പറഞ്ഞിട്ടാ. ആത്താണ്ട് കൊടുത്തിട്ട് അടിച്ചപ്പോണ്ടല്ലോ എന്റെ റബ്ബേ സ്വർഗം കണ്ടിട്ടാ. ഇതാട്ട ഞമ്മളിറക്കി വെച്ച കല്ലോള്. അങ്ങനെ കല്ലൊക്കെ ഇറക്കിയിട്ട് മൂപ്പരാണ്ട് പോയിട്ടാ. ഇറക്കിയ കല്ലൊക്കെ അർബാനയിൽ കൊണ്ടുപോയിടാനാട്ടാ നമ്മുടെ പ്ലാന്. അങ്ങനെ അർബാനൊക്കെ എടുത്തുറന്ന് നറക്കാൻ തുടങ്ങി കിട്ടാം. നറക്കലും കൊണ്ടുപോയിടലും വീഡിയോ എടുക്കലൊക്കെ നമ്മള് ഒറ്റക്ക് തന്നെയാട്ടാ ചെയ്യണത്. 1-2 വട്ടം കൊണ്ടുപോയിട്ടപ്പോഴാട്ടാ കജ്ജുമ്പള്ള മുറി വേനാവാൻ തുടങ്ങിയത്. ഒന്നും നോക്കിയില്ല, 2 ഗ്ലൗസ് ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ട് നമ്മള് പണി പിന്നെയും തുടങ്ങിയിട്ടാ. നറക്കും കൊണ്ടേയിടും, പിന്നെയും നറക്കും, പിന്നെയും കൊണ്ടേയിടും. അതിന്റെ അടുക്ക് വീഡിയോ എടുക്കും ചെയ്യും. കല്ലുടുന്നിട്ട് മീൻകുജിലും സൈഡിലൊക്കെ ഇട്ടക്കാനാട്ടാ നമ്മുടെ പ്ലാന്. ഏകദേശം കൊണ്ടുപോയിട്ടിട്ട് ഈ ലെവല് അയക്കിട്ടാ. അങ്ങനെ വീണ്ടും കൊണ്ടുപോയിടല് തുടങ്ങിയിട്ടാ. അതിന്റെ അടുക്ക് വിഗലും ചാടലൊക്കെ കഴിഞ്ഞിട്ടാ. ഇതിപ്പോ നിങ്ങൾക്ക് കാണിച്ചാൻ പറ്റൂലല്ലോ, നമ്മുടെ ഇമേജ് പോകൂലേ എങ്ങനെ. അങ്ങനെ ഏകദേശം എല്ലായിടത്തും പരത്തിട്ടപ്പോ ഇഞ്ഞിടാന് സ്ഥലമില്ലാതായിട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരത്തിട്ടിട്ടുള്ള ഈ കല്ലെടുത്തിട്ട് മേനയിലാക്കിയിട്ട് അയിമ കൊണ്ടുപോയിട്ട് വെക്കാൻ പ്ലാൻ ഇട്ടത്. അങ്ങനെ അയിമ കൊടുത്തിട്ട് അട്ടിടാൻ തുടങ്ങിയിട്ടാ. കൊണ്ടുപോയിട്ടിട്ട് ഇഞ്ഞാകെ 8-10 കൊല്ലും കൂടി ഉള്ളൂട്ടാ. അങ്ങനെ അതും കൂടും കൊണ്ടുപോയിട്ടിട്ട് ഏകദേശം ഈ ലെവല് അയക്കിട്ടാ. കൊണ്ടുപോയിട്ട കല്ല് പടുത്ത് സെറ്റപ്പ് ആക്കലാട്ടാ ഇന്നത്തെ നമ്മുടെ പണി. അതിന്റെ മുന്നേ ഈ ഒരു മൂലം കൂടി ചെത്തിയിട്ട് സെറ്റപ്പ് ആക്കാൻ ഉണ്ടിട്ടാ. അത് നമ്മുടെ ഇപ്പ ലെവലാക്കാൻ തുടങ്ങിയിട്ടാ. അതിന്റെ അടുക്ക് നമ്മുടെ പിക്കാസ് പൊട്ടിട്ടാ. പണി ഏകദേശം കഴിഞ്ഞോണ്ട് തന്നെ നമ്മള് കേച്ചിലായിക്കിട്ടാ. അങ്ങനെ നമ്മള് അവിടെയുള്ള കല്ലും മണ്ണൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടാ. ഈ മൂലക്കേട്ടാ നമ്മള് സിമന്റ് കൂട്ടുന്നത്. നമ്മളൊന്ന് ലെവലാക്കൽ തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ പടവേരനായിട്ടുള്ള രാജേട്ടൻ ഇവിടെ എത്തിയിട്ടാ. അങ്ങനെ നമ്മള് സിമന്റ് കൂട്ടലും മൂപ്പരെ പടവും തുടങ്ങിയിട്ടാ. കല്ലെടുത്തു കൊടുക്കാനും സിമന്റ് കൂട്ടാനൊക്കെ ഹെൽപ്പറായിട്ട് നമ്മള് മൂപ്പരപ്പം നിന്നൊടുത്തിട്ടാ. അങ്ങനെ ഏകദേശം 1 വരി പടവാണ്ട് കഴിഞ്ഞിട്ടാ. അങ്ങനെ പിന്നെ മൂപ്പര് പടവ് തുടങ്ങിയിട്ടാ. അതിന്റെ അടുക്ക് നമ്മളെ ബാപ്പയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാ. ബാപ്പ മേലിന്ന് കല്ലെടുത്ത് കൊടുക്കും, ഞാൻ എടുത്തു കൊടുക്കും, മൂപ്പര് പഠിക്കും. അങ്ങനെ ഏകദേശം 2 വരി പടവാണ്ട് കഴിഞ്ഞിട്ടാ. അങ്ങനെ 3ാമത്തെ വരിയും പടവ് തുടങ്ങിയിട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ തന്നെ മേലെ കയറിയിട്ട് കല്ല് കൊടുക്കല് തുടങ്ങിയിട്ടാ. പടുത്ത് 3ാമത്തെ വരിയും പടവ് കഴിഞ്ഞിട്ടാ. 4ാമത്തെ വരി പൗതിയായപ്പോ തന്നെ നമ്മൾ കൊടുന്ന കല്ല് കഴിഞ്ഞിട്ടാ. പിന്നെ നമ്മളെടുത്തുണ്ടായിരുന്ന ഈ കല്ലേറ്റ് ബാക്കി ഭാഗം മൂപ്പര് പടുത്ത് സെറ്റാക്കിയിട്ടാ. പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞപ്പോ തന്നെ നേരെ ഇരുട്ടായിട്ടാ. അതുകൊണ്ട് തന്നെ നമുക്ക് പടവിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലട്ടാ. പിറ്റേ ദിവസം നമ്മൾ നീച്ചിട്ട് പടവിന്റെ വീഡിയോ എടുത്തിട്ടാ. ഇതാട്ടാ നമ്മുടെ മീൻകുയ്യിന്റെ ഇപ്പത്തെ കാഴ്ച. അങ്ങനെ പടപ്പൊക്കെ കഴിച്ച് മീൻകുയ്യാണ്ട് സെറ്റാക്കിയിട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലിട്ടാ. അപ്പോ ബൈ.